ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് പനിക്കൂർക്കയൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അധികാരം ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. അതിനു വേണ്ടി ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം മാത്രം മാവിൽ മിക്സ് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അധികം ചൂട് വേണ്ട, എന്നാലും ചെറിയൊരു ചൂടുള്ള വെള്ളം കൊണ്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. സാധാരണ വെള്ളം കൊണ്ടും കുഴച്ചെടുക്കാം. ചൂടുവെള്ളം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി കിട്ടും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. ഏത് ഓയിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുഴച്ചിട്ട് നല്ല പോലെ സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഈസ്റ്റ് ഇട്ട് കാരണം തന്നെ മാവ് പൊങ്ങി വരണം. അതിൻ്റെ ആ ഒരു ഡബിൾ സൈസ് ആവുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഞാനൊന്ന് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അടച്ചു വെച്ചാലും മതി. 1 മണിക്കൂർ വെച്ചാൽ തന്നെ മാവ് നല്ല പോലെ തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ നല്ല ചൂടുള്ള സമയമൊക്കെ ആയത് കാരണം തന്നെ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള സോസ് റെഡിയാക്കാനായിട്ട് ഈ മാവൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സവാള അരിഞ്ഞത്, അതുപോലെ 2 തക്കാളി അരിഞ്ഞത്, അതുപോലെ ഒരു ചെറിയ ക്യാപ്സിക്കം കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പനിക്കൂർക്കയാണ്. ഇതെല്ലാവർക്കും അറിയുണ്ടാവും, എല്ലാവരും വീട്ടിലും ഉണ്ടാവും. അതിൽ നിന്നൊരു 3 ഇല ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് മണിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടി ചേർത്താലും മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഇത് നന്നായിട്ട് അരച്ചതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തുറന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അതിൻ്റെ എയറൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമ്മളിതൊരു ട്രെയിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. ചെറുതാക്കിയിട്ടോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചപ്പാത്തി പലകമ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഞാൻ ട്രെയിൽ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് കുത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. സോസ് മുഴുവനും ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പനിക്കൂർക്കയുടെ ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി, അത് ക്യാപ്സിക്കം, അതുപോലെ തന്നെ തക്കാളി എല്ലാം കൂടെ ചെറുതാക്കി അരിഞ്ഞത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ചിക്കനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വേവിച്ച ചിക്കനൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഇനി പനിക്കൂർക്കയുടെ ഇല കുറച്ച് അരിഞ്ഞതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്, മോസറല്ല ചീസാണ്. അപ്പോൾ ചീസൊക്കെ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒലീവ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവൻ്റെ ഉള്ളിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റാണ് ഞാൻ ടൈം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം തന്നെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.